പിണറായിയുടെ സിൽവർ ലൈന് ബദലായി സുരേഷ് ഗോപിയുടെ RRTS പദ്ധതി വരുമോ? തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതിക്ക് ബദൽ സംവിധാനത്തിന് വഴിതെളിഞ്ഞേക്കുമെന്ന് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം പദ്ധതി 2 ഘട്ടമായി ഈ റൂട്ടിൽ നടപ്പാക്കാൻ കഴിയുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമായ സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്ത സാഹചര്യത്തിൽ RRTS പദ്ധതി കേരളത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കാവുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം 2002 മെട്രോ ആക്ടിന്റെ പരിധിയിലാണ് RRTS പദ്ധതി വരുന്നത്. എന്നാൽ 1889 റെയിൽവേ ആക്ടിന് കീഴിൽ വരുന്ന റെയിൽവേ പദ്ധതിയാണ് സിൽവർ ലൈൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മെട്രോപൊളിറ്റൻ പ്രദേശമാകണമെന്നത് മാത്രമാണ് കേന്ദ്ര സർക്കാരിന് RRTS പദ്ധതി നടപ്പാക്കാനുള്ള ഏക തടസ്സം. ഡൽഹി മീററ്റ് RRTS പദ്ധതി മാതൃകയിൽ തമിഴ്നാട് 3 പദ്ധതിക്കായി DPR പഠനം തുടങ്ങിയിട്ടുണ്ട്. 185 കിലോമീറ്റർ വരുന്ന സേലം കോയമ്പത്തൂർ, 170-185 കിലോമീറ്റർ വരുന്ന ചെന്നൈ വില്ലുപുരം, 140 കിലോമീറ്റർ വരുന്ന ചെന്നൈ വെല്ലൂർ റൂട്ടുകളിൽ 160 കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന റാപ്പിഡ് റെയിൽ പദ്ധതികളാണ് തമിഴ്നാട് പരിഗണിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നെടുമ്പാശ്ശേരി, തൃശൂർ, പാലക്കാട് RRTS പദ്ധതിക്കായി മുമ്പ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ റെയിൽവേ ഭൂമിയിൽ നിന്ന് അലൈൻമെന്റ് മാറുന്നതിനാൽ ആദ്യഘട്ടമായി തിരുവനന്തപുരം തൃശൂരും, 2ാം ഘട്ടമായി പുതിയ അലൈൻമെന്റിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയും RRTS പദ്ധതി നടപ്പാക്കാൻ കഴിയും. മെട്രോ ആക്ടിന്റെ പരിധിയിൽ വരണമെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മെട്രോപൊളിറ്റൻ പ്രദേശമായി സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്യണം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കേരളത്തിൽ തുടർച്ചയായി പട്ടണങ്ങൾ ഉള്ളതിനാൽ ഇത് സാധ്യമാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. മാത്രവുമല്ല, പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് സുരേഷ് ഗോപി ആയതിനാൽ കേന്ദ്രത്തിന്റെ എതിർപ്പ് ഉണ്ടാവില്ല എന്നും കരുതാം.